അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ബഹുമാനപ്പെട്ട ആലപ്പുഴയുടെ MLA TP ചിത്തരഞ്ജൻ സാർ, അഡ്വക്കേറ്റ് TV അജിത് കുമാർ സാർ, നസീർ പുന്നക്കൽ, ജനാബ് കമാലം വക്കീൽ, TG സുനിൽ കുമാർ, സുജാത അശോകൻ, R ജയബാലൻ, ജനാബ് നിസാമുദ്ദീൻ അൻവരി, ജനാബ് അബ്ദുറഹ്മാൻ തങ്കനാടിയാട്, ജനാബ് ഖലീൽ സാഹിബ്, ജനാബ് ബാബ ഉസ്താദ്, ജനാബ് നഹാസ് ബാബ, ജനാബ് സലാം ചാത്തനാട് എന്നിവരെയും പ്രത്യേകമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ അതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നജിമുദ്ദീൻ പൂക്കോയ തങ്ങൾ, യമനി അൽ ഖാദിരി, മംഗലാപുരം ചീഫ് ഇമാം പള്ളി, ബഹുമാനപ്പെട്ട തങ്ങൾ അവർ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട MLA TP ചിത്തരഞ്ജൻ MLA അവർ, ആപ്പൂര് മഹീദി ജുമാ മസ്ജിദിന്റെ ആദരണീയനായ ഖത്തീബ് നിസാമുദ്ദീൻ അൻവരി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള സമസ്ത കേരള ജമീഅത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗമോ കൂടിയായിട്ടുള്ള മണജരി പടിഞ്ഞാറേ മഹലിന്റെ ഖത്തീബും അലി ഉസ്മാൻ ഫൈസി ഉസ്താദ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വേദിയിൽ ഒരുപാട് ക്ഷണിതാക്കളുണ്ട്, അതുപോലെ തന്നെ സദസ്സിലുമുണ്ട്. പ്രിയപ്പെട്ട ഈ വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജിന്റെ അടുത്ത് തന്നെ സഹോദരിമാരുണ്ട്. പ്രിയമുള്ളവരെ, മണജിരി പടിഞ്ഞാറേ മഹലിന്റെ കീഴിൽ ഏകദേശം 9 പള്ളികളുണ്ട്. അതിൽ 7 ജുമാഅത്ത് പള്ളികളടക്കമുള്ള വലിയൊരു ജമാഅത്ത് സംവിധാനമാണ് ഈ മജ്ലിസ് അടക്കമുള്ള ഈ പ്രദേശം. ഏതാണ്ട് 3500ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മണഞ്ചേരി പടിഞ്ഞാറേ മഹലിന്റെ ഇരു പ്രദേശങ്ങളിലുമായി അധിവസിക്കുന്നു. ഏകദേശം 25 വർഷക്കാലമായി നമ്മുടെ ഉസ്താദ് ഇവിടെ ഒരു മജ്ലിസുമായി ചെറിയ പ്രവർത്തനങ്ങളുമായി ആരംഭിച്ചതാണ്. വളരെ കുഞ്ഞായ ഒരു പ്രായത്തിൽ ഒരു കാര്യപ്രാപ്തി ഉണ്ടാകുന്നതിന് മുമ്പ്, ഒരു കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി കാണുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു പ്രായപരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് ഒരു മജ്ലിസുമൊക്കെ സംഘടിപ്പിച്ചു. സലാത്ത് വാർഷിക പരിപാടികളും ഒക്കെയായി ഓരോ വർഷങ്ങളിലും വിവിധ പരിപാടികളാണ് ഈ പ്രദേശത്ത് നടത്തുന്നത്. ഞാൻ ഈ ആപ്പൂര് മഹീദി ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ 25 വർഷക്കാലവും ബാബാ ഉസ്താദുമായി ബന്ധപ്പെടുവാനും അതുപോലെ ഒട്ടനവധി നല്ല കാര്യങ്ങളിൽ പങ്കാളികളാക്കുവാനും ഈ മജ്ലിസിനെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്.
ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഷൈഖുന IB ഉസ്മാൻ ഫൈസി അവർ ആദരപൂർവ്വം സ്വാഗതം. ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മള് ഈ വർത്തമാനകാല കടന്നു പോകുന്നത്. എവിടെ തിരിഞ്ഞാലും മാരകമായ രോഗങ്ങളും കണ്ണികളായി ഈ മജ്‌ലിസ് നമ്മുടെ കൂടെ ഈ നല്ല പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ഈ മഹത്തായ ഈ ഒരു സൽക്കർമ്മം നടക്കുന്ന ഈ സംഗമം അതൊരു മതമൈത്രി സംഗമം കൂടിയായി ഇതിനെ രൂപപ്പെടുത്തിയ ഇതിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘാടകർ പ്രത്യേകം അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു നല്ല പ്രവർത്തനങ്ങൾ ഇനി വരുന്ന കാര്യങ്ങളിൽ ഒരു സമൂഹ മറ്റുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹ വിവാഹമായി നമുക്ക് ഇതിനെ വളർത്തിയെടുക്കുവാൻ ഈ മജ്‌ലിസും അതിന് നേതൃത്വം കൊടുക്കുന്ന ബാവാ ഉസ്താദിനും ഒക്കെ ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്നുള്ള ഒരു ആശംസാ പ്രസംഗം നടത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ സൽക്കർമ്മത്തിന് നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അസയ്യിദ് നജ്മുദ്ദീൻ തങ്ങൾ അവരുടെ ഈ പ്രദേശത്തിന് വേണ്ടിയും ഈ പ്രദേശത്തിന്റെ പരിധിയിലുള്ള മസ്ജിദ് കമ്മിറ്റിയുടെ ഭാരവാഹി എന്നുള്ള നിലയിലും ആദര ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മഹത്തായ യോഗത്തിന്റെ അധ്യക്ഷൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഷൈഖുന IB ഉസ്മാൻ ഫൈസി അവരെ ആദര ബഹുമാനപൂർവ്വം ക്ഷണിക്കും. നമ്മുടെ ആലപ്പുഴയുടെ പ്രിയങ്കരനായ MLA ബഹു DP ചിത്തരഞ്ജൻ അവരെ നമുക്കറിയാം. നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ പരിപാടികളിലും ഒക്കെ സജീവ സാന്നിധ്യമാണ്. ഇത് പോയി കഴിഞ്ഞ +2 പരീക്ഷയിലും അതുപോലെ SLC പരീക്ഷയിലും ഒക്കെ വിജയിച്ച വിദ്യാർത്ഥികളെയൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വന്ന് നല്ല രീതിയിൽ അവർക്ക് അനുമോദനങ്ങൾ കൊടുക്കുകയും പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട MLA ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിന് മുഖ്യ പ്രഭാഷണം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട PJ അഷ്റഫ് ലബാദാരമി അവരെ ചീഫ് ഇമാം മർക്കസുൽ ഹുദ JM എറണാകുളമാണ്. അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ആദര ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. മണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹു TV അജയ്കുമാർ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആലപ്പുഴ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹു നസീർ പൊന്നയ്ക്കൽ ശരിക്കും അവിടെ എത്തിച്ചേർന്നിട്ടില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ബഹുമാനപ്പെട്ട കമാൽ മാക്കിൽ സാഹിബ് എത്തിച്ചേരും. അദ്ദേഹത്തെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ 14ാം വാർഡ് മെമ്പർ ബഹു PG സുനിൽകുമാർ അവരെ ഈ മഹത്തായ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സാമൂഹിക പ്രവർത്തനം കൂടിയായിട്ടുള്ള R ജയപാലൻ തന്നെ ആദരപൂർവ്വം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ അൻവരി ഉസ്താദ് അവർ ആപ്പോലും മഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഖത്തീബാണ്. അദ്ദേഹത്തെയും ആദര ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന അബ്ദുറഹ്മാൻ തെക്കനാരിയാട് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അനുമോദനവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്ന ജനാബ് ഖലീൽ A സാഹിബ്, അതുപോലെ തന്നെ ജനാബ് ബാബ ഉസ്താദ്, ബഹുമാനപ്പെട്ട നഹാസ് ബാവ, അതുപോലെ തന്നെ AM സലാം ചാത്തനാട്, ഇവരെ എല്ലാവരെയും ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളെല്ലാം ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി സഹായിച്ചിട്ടുള്ളവരാണ്.
അവരെയും എല്ലാം ഈ സംഗമത്തിലേക്ക് പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും ഇത്തരത്തിൽ ഈ യോഗത്തിൽ മഹത്തായ സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പരിപാടിയുടെ തുടക്കം കുറിച്ചു, അതിന്റെ സ്വാഗതം ആശംസിച്ചു. ഇനി മഹത്തായ ദുആയാണ്. ആ ദുആ നടത്തുന്നതിന് വേണ്ടി ആപ്പൂർ മുസ്ലിം ജമാഅത്തിന്റെ ചീഫ് ഇമാം നിസാമുദ്ദീൻ മുസ്ലിയാരെ ക്ഷണിക്കുന്നു. الحمدلله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا مولانا محمد صاحب التاج والمعراج والبراق والألم دافع البلاء والوباء والقحط والمرض والألم. اسمه مكتوب مرفوع منقوش مشفوع في لوح والقلم. سيد العرب والعجم اسمه مقدس معطر مطهر منور في البيت والحرم. شمس الضحى بدر الدجى صدر الأولى كهف الورى نور الهدى مصباح العلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه. المعراج صبره والسدرة المنتهى ومقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده. سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج الصالحين مصباح المقربين محب الفقراء والغرباء والمساكين. سيد الثقلين نبي الحرمين امام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا مولى الثقلين أبي القاسم محمد بن عبد الله نور من نور الله. يا أيها المشتاقون بنور جماله صلوا عليه وسلموا تسليما. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلنا وأولادنا وأصحابنا وأحبابنا من كل مهنة وفتنة وبوس وضير. إنك ولي لكل خير ومتفضل لكل خير ومعطل لكل خير. اللهم سلمنا وسلم أهلنا من آفات الدارين وارزقنا وإياهم سعادات الدارين وآتنا وإياهم عزة الدارين. اللهم بارك لنا في مجلسنا هذا بركة تامة دائمة يا رب العالمين. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين. ഉദ്ഘാടനമാണ്. അതിനായി നമ്മുടെ ആലപ്പുഴ MLA ആയ ചിത്തരഞ്ജൻ സാറിന് ക്ഷണിച്ചു. മാതൃകാപരമായ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ അഭിനന്ദനായ ഉസ്താദ് ഐജി ഉസ്മാൻ ബൻസി അവരുടെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ഏറ്റവും ധന്യമാക്കുന്ന ഭീമാപ്പള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം അഭിനന്ദനായ അസൈദ് നജമുദ്ദീൻ മുഖ്യ തങ്ങളിമാനി അൽ ഖാദിരി, സ്വാഗതം പറഞ്ഞ മസ്ജിദിന്റെ പ്രസിഡന്റ് ജനാബ് ഷാജഹാൻ, വേദിയിലുള്ള മുഖ്യപ്രഭാഷണം നടത്തുന്ന ജനാബ് PJ അഷ്റഫ് ദാരിമി, കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജനാബ് കമാലം വക്കീൽ, നമ്മുടെ ജുമാ മസ്ജിദിന്റെ ഖത്തീബ് നിസാമുദ്ദീൻ അൻവരി, പ്രിയങ്കരനായ ജവാഹർ ചേട്ടൻ, നമ്മുടെ പഞ്ചായത്ത് അംഗം ബഹുമാനപ്പെട്ട PG സുനിൽകുമാർ, എൻ്റെ സുഹൃത്ത് ജനാബ് MA സലാം ചാത്തനാട്, ജനാബ് ഖലീൽ, ജനാബ് ബാബ ഉസ്താദ്, ജനാബ് നഹാസ് ബാബ, ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും അഭിനന്ദരായിട്ടുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ മണ്ണഞ്ചേരി പഞ്ചായത്തിൽ കഴിഞ്ഞ 26 വർഷമായി ബാബ ഉസ്താദിന്റെ നേതൃത്വം പ്രവർത്തിച്ചു വരുന്ന ഈ ബിസ്മില്ല സ്വലാത്ത് മജ്‌ലിസ് സംഘടിപ്പിക്കുന്ന ഈ മതമൈത്രി സംഗമത്തിലും ഈ വിവാഹ ചടങ്ങിലും ക്ഷണിച്ചതിനുള്ള എൻ്റെ നന്ദി, കടപ്പാട് ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഈ നിക്കാഹ് കർമ്മം ഒരു പെൺകുട്ടിക്കാണ്, ഒരു കുഞ്ഞിനാണ് നടത്തുന്നതെങ്കിലും ഇതിൻ്റെ മഹത്തമായ സന്ദേശം അത് അതിർത്തികൾക്കും അപ്പുറമാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇസ്ലാം മതം കാരുണ്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സഹജീവികളോടുള്ള അനുകമ്പയുടെയും ഒക്കെ മഹത്തായ ആശയം വിഭാവന ചെയ്യുന്ന മതമാണ്. എന്ന് മാത്രമല്ല, ഒരു മതവും നിഷ്കർഷിക്കാത്ത നിലയിൽ വളരെ കൃത്യമായി സക്കാത്ത് കർമ്മത്തെ സംബന്ധിച്ച് വ്യക്തതയോടുകൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള, അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചര്യയായി തിരഞ്ഞെടുക്കണം എന്ന് നിഷ്കർഷിക്കുന്ന മതമാണ് ഇസ്ലാം മതം. പരിശുദ്ധ ഖുർആനടക്കം വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇവിടെ പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളുള്ള ഈ ചടങ്ങിൽ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കൂടുതലായി കിടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, വർത്തമാനകാലത്ത് നാം ജീവിക്കുന്ന ഈ നാടിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും എല്ലാം പ്രത്യേകത, ഓരോ ദിവസക്കാലവും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒട്ടനവധി വരുന്ന വിഷയങ്ങൾ, പലതിനെയും നമ്മൾ തരണം ചെയ്യുന്നത് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടതും, എല്ലാ ജാതി, മത, സമുദായ, രാഷ്ട്രീയം എല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രതിസന്ധികളെ നമ്മൾ കുറിച്ച് കിടന്നു മുന്നോട്ട് പോകുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നം ആരോഗ്യത്തിന്റെ പ്രശ്നമാണ്. ഒരു രോഗത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള രോഗങ്ങൾ കടന്നു വരുന്നു. അതിനെല്ലാം ചെലവഴിക്കേണ്ടി വരുന്നത് വലിയ തുകകളാണ്.
ആ തുകകൾ എങ്ങനെ കണ്ടെത്തുമെന്ന് ഒരു എത്തും പിടിയുമില്ല. പക്ഷേ ഇന്ന് അതിനെയെല്ലാം നമ്മൾ തരണം ചെയ്യുക. ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ രാവിലെ എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വേണ്ടി വന്ന രണ്ടും സലാമിലേക്ക് പ്രദേശത്തുള്ളവരാണ്. ഒന്ന് മന്നത്തുള്ളവരും ഒന്ന് തോടമ്പളിലും. രണ്ടും 2 കിഡ്നി മാറ്റിവെക്കണം. ഒന്നിന് ഉമ്മ കിഡ്നി കൊടുക്കുന്നു മകൾക്ക്, മറ്റൊന്നിന് പലതും ടെസ്റ്റ് ചെയ്തിട്ട് ആയിട്ടില്ല. ഒന്നിന് 12 ലക്ഷം രൂപ വേണം, ഒന്നിന് 30 ലക്ഷം രൂപ വേണം. അപ്പൊ ഞാൻ അവരോട് സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന ഇത്രയേ ഉള്ളൂ, 3 വെച്ച് 6 ലക്ഷം മാറ്റി കൊടുക്കാം. പക്ഷെ ഞാൻ അവർക്കൊരു ധൈര്യം കൊടുത്തു. നമുക്ക് അടുത്ത ആഴ്ച നമുക്കൊരു യോഗം വിളിക്കാം, നമുക്ക് നാട്ടിൽ നിന്ന് പണം സമാഹരിക്കാം, നമുക്ക് എല്ലാവർക്കും ചെയ്യാം. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഈ നാടാകെ, ഈ മണ്ണഞ്ചേരി പഞ്ചായത്തിൽ തന്നെ നമ്മൾ എത്ര കേസുകളാണ് ഇപ്പോൾ ആ നിലയിലേക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഒറ്റക്കാർക്കും ഒന്നും ഇന്ന് നേടാൻ കഴിയാത്ത അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്ത നിലയിലേക്ക് മാറുമ്പോൾ എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് നമ്മൾ പലതിനും പരിഹാരമുണ്ടാക്കിയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ വിവാഹം എന്ന് പറയുന്നത് അല്ലെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചിലര് തങ്ങളുടെ പ്രൗഢി കാണിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റുന്നു എന്ന ദുഃഖ സത്യം കാണാതെ പോകാൻ കഴിയില്ല. വിവാഹപ്രായം കഴിഞ്ഞിട്ട് 2 പവന്റെ പൊന്നില്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ വിവാഹ ചെലവ് വഹിക്കുവാൻ നിർവാഹമില്ലാഞ്ഞിട്ട്, 10-30 വയസ്സ് കഴിഞ്ഞിട്ടും നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ പുര നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ വീടിനകത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മക്കൾ. എന്നാൽ അതേ സമയത്ത് തന്നെ തന്റെ സമ്പത്തിന്റെയും തന്റെ ആഡംബരം, തന്റെ പ്രൗഢിയും എല്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ നിക്കാഹ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ വിവാഹം എന്നതിനൊക്കെ പറയുന്നതിനെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന ആൾക്കാർ. ചില ഉത്സവങ്ങളൊക്കെ ഒരാഴ്ച നീണ്ടു നിൽക്കും. ഒരു കല്യാണത്തിന് തുടങ്ങി ഒരാഴ്ച. ഇവിടെ തൊട്ടടുത്ത് കാംലോട്ട് എന്ന് പറയുന്നൊരു ഓഡിറ്റോറിയം, മറ്റ് കേരളത്തിന്റെ പല ഭാഗത്തും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതിനേക്കാളപ്പുറം നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടെ തന്നെ ചിലതിന് എന്നാലും കാംലോട്ട് ബുക്ക് ചെയ്യുന്നവർ തന്നെ ഏകദേശം ഒരു ഇടത്തരക്കാരായിരിക്കും അല്ലെ. ബാക്കി നമ്മൾ നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള ചെറിയ ഓഡിറ്റോറിയങ്ങൾ, അല്ലെങ്കിൽ വീടിന്റെ കാമ്പോട്ട്, അല്ലെങ്കിൽ പൊതു സ്ഥലം എവിടെയെങ്കിലും വന്നിട്ടാണ് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രീ കമാൽ സാഹിബ് കൊണ്ടായിരുന്നു, ഞാനൊരു പരിപാടി പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഒരു ആവർത്തന മനസ്സ് വന്നെങ്കിൽ എനിക്ക് പറയാതിരിക്കാനൊക്കില്ല. ഞാൻ നോക്കുമ്പോൾ മണവാട്ടിയെ പല്ലക്കി കൊണ്ടുവരിക, 4 നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ചെറുപ്പക്കാർ, അവര് 4 പേരും കൂടെ താങ്ങിക്കൊണ്ട് വരിക, ചുമന്നുകൊണ്ട് വരിക. ഒരാളിന് 3000 രൂപ 4000 രൂപ ആയിരിക്കും അയാളെ കൂടി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ പല്ലക്കിൽ കൊണ്ടുവരുന്നതിന് എത്രയാ ചെലവഴിക്കുന്നത്? എന്തെല്ലാം നിലയിലുള്ള ആർഭാടങ്ങളാണ് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് കാട്ടിക്കൂട്ടുന്നത്? നമ്മൾ ചിന്തിക്കട്ടെ. അത്തരം സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ ഭക്ഷണവും കഴിച്ച് നമ്മൾ പോകാൻ നിർബന്ധിതരായാണ്, ചെല്ലാതിരിക്കാനൊക്കെ ഇല്ലല്ലോ. പക്ഷേ അവരോടും സ്വകാര്യത്തിലെങ്കിലും പറയണം, ഇത്തവണ നടത്തി, ഭാവിയിൽ ഇതെല്ലാം ഒന്ന് കുറച്ചിട്ട്. നമ്മുടെ നാട്ടിലെ അചലരായ എത്രയോ ആൾക്കാരുണ്ട്. കല്യാണം തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് 2 കല്യാണം, ഒരാളെ കല്യാണം, ഒരു പാവപ്പെട്ട കുഞ്ഞിന്റെ കല്യാണം കഴിച്ചിട്ട് ഈ ആർഭാടത്തിനുള്ള പകുതി ചെലവ് അതിനുവേണ്ടി ചെലവഴിച്ചാൽ അതിനേക്കാൾ ജീവിതത്തിൽ മഹനീയമായി നിർവഹിക്കുവാൻ കഴിയുന്ന മറ്റേതൊരു കടമയും ചുമതലയും ഉണ്ടാകും. ചിന്തിക്കട്ടെ. അതിനപ്പുറം അവിടെ പോയിരുന്നിട്ട് അതുപോലെ ഇച്ചിരി കൂടെ പൂക്കൾ കൂടിയിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കല്ല. ചില ഹൈന്ദവ വിവാഹങ്ങളിലൊക്കെ ചിലപ്പോൾ കാണുന്നത് എന്താണെന്നറിയാവും, പൂ കിട്ടാനില്ല. ആ പൂക്കൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ പൂവാണ് കൊണ്ടുവന്നിട്ട് ഈ വിശാലമായ മൈതാനം അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയം മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നടന്നു വരുന്നിടത്തും പൂവാണ്. നിങ്ങൾ ആലോചിച്ച് എത്ര മണിക്കൂർ നിലനിൽക്കും അത്? എത്ര തുകയാണ് അതിനു വേണ്ടി ചെലവഴിക്കുന്നത്? അപ്പൊ ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്, ഇവിടെ
ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഏറ്റവും മഹത്തരമായ, വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തതിനേക്കാൾ അപ്പുറമുള്ള ഒരു സൽക്കർമ്മമാണ് നമ്മുടെ ബാബ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഈ ബിസ്മില്ല സലാത്ത് മജ്ലിസ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ വിവാഹ ചടങ്ങ് എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവരെയും ജനപ്രതിനിധികളോടൊപ്പം തന്നെ ഇത്തരം മാതൃകകൾ പിന്തുടരുവാൻ നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും കഴിയണം. നമ്മളെല്ലാവർക്കും കൂടെ ചേർന്നാൽ ഒത്തിരി കാര്യങ്ങൾ നാട്ടിൽ ചെയ്തു കൊടുക്കാൻ കഴിയും. വേദനിക്കുന്നവന്റെ, വിഷമിക്കുന്നവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, അവന്റെ കണ്ണീരൊപ്പാൻ ഒരു ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പുണ്യകർമ്മം എന്നത് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധത്തിലുള്ള നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي على آله وصحبه وسلم. وقد قال الله سبحانه وتعالى في محكم كتابه العزيز وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. قال رسول الله صلى الله عليه وسلم സ്നേഹാദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ ഞാൻ തന്നെ, ഉദ്ഘാടകൻ, ഇവിടെ വിശിഷ്ടാതിഥികളായി വന്നിരിക്കുന്ന സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ, അതുപോലെ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളോട് വിട പറഞ്ഞു പോയ സ്ഥലം MLA അതുപോലെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സഹോദരന്മാര്, നാം ഒരു മഹത്തായ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ മജ്ലിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിസ്മില്ല മജ്ലിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പലതും നടത്തിയെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിതാ അതിന്റെ വളരെ സമുഷ്ടമായ രീതിയിൽ നടത്തപ്പെടുന്ന ഒരു വിവാഹ ചടങ്ങ് എന്തുകൊണ്ട് സ്തുത്യർഹമായ ഒന്നാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സമൂഹത്തിൽ ജീവിക്കുന്നതായ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ പൂർണ്ണമായ അർത്ഥത്തിലുള്ള മനുഷ്യനാകാൻ കഴിയൂ എന്നതാണ്. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ മാത്രം നോക്കുന്നവരാകരുത്. ഇന്ന് സമൂഹത്തിൽ നാം ഇറങ്ങിച്ചെന്ന് ചിന്തിച്ചു നോക്കിയാൽ എല്ലാവരും അവരുടെ കുടുംബ അന്തരീക്ഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും. അതല്ലാതെ മറ്റ് ഇതര സ്വഭാവങ്ങളിലുള്ളതായ ആളുകളിലേക്ക് നാം ആരും തന്നെ ഇറങ്ങി നോക്കുന്നില്ല എന്നതാണ്. നോക്കുന്നവർ വളരെ കുറവാണ്.
എന്റെയും നിങ്ങളുടെയും എല്ലാം മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ അറിയുകയും അതിനുവേണ്ടി എത്തിക്കുകയും അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് മനുഷ്യത്വപരമായ കടമയാണ്. ആ കടമ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ മജ്‌ലിസിൽ ഇത്തരം ഒരു വിവാഹ ചടങ്ങ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടിക്ക് വിവാഹ സംബന്ധമായി എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ വിവാഹ ചടങ്ങ് നടക്കുകയാണ്. എന്തുകൊണ്ട് സുത്യർഹമായ ഒരു കാര്യമാണ്, അഭിനന്ദിക്കേണ്ട കാര്യമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തആവനു അലൽ ബിർരി വത്തഖ്വ, സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളോട് പറഞ്ഞത് നിങ്ങൾ നന്മയിലും അതുപോലെ തന്നെ ഭക്തിയിലും സഹകാരികളാകണമെന്നാണ്. നന്മ ചെയ്യുന്നതിൽ സഹകാരികളാവണം. സമൂഹത്തിൽ നന്മയുണ്ടാകണം, കുടുംബത്തിൽ നന്മയുണ്ടാകണം, സമൂഹത്തിൽ നന്മയുണ്ടാകണം, രാഷ്ട്രത്തിൽ നന്മയുണ്ടാകണം. നന്മയ്ക്ക് വിരുദ്ധമായി നിലകൊള്ളാത്തവരാകണം. നന്മ എന്നത് വലിയൊരു അർത്ഥവത്തായ വാക്കാണ്. ഏത് രീതിയിലുള്ള ഗുണമുണ്ടാകുന്ന കാര്യമുണ്ടോ അതെല്ലാം നന്മയിൽ വരികയാണ്. അപ്പോൾ ആ നന്മയിൽ വരുന്നതാണ് ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊടുക്കാൻ ഉപകരിക്കുന്നതായ രീതിയിൽ ഈ മജ്‌ലിസ് തയ്യാറാവുകയും അതിനു വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തത്. അത് നന്മയിൽ സഹകരിക്കുക എന്ന ഖുർആനിക വാക്യത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവിതത്തിലേക്ക് പകർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് തയ്യാറായത്. നമ്മളും അങ്ങനെയാകണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, ആരെങ്കിലൊക്കെ സഹകരിക്കണം. വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ചായെങ്കിലും മേടിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ട വാക്കുകൾ കൊണ്ട് സഹകരിക്കണ്ടേ? വേണ്ട വാക്കുകളിൽ പുഞ്ചിരി കൊണ്ടെങ്കിലും സഹകരിക്കണമെന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫിത്തബസ്സുമി സദഖത്തുന്ന, പുഞ്ചിരിയിലും ദാനമുണ്ട് എന്നാണ്. നാം നിലകൊള്ളുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളതായ ആളുകളോട് അവർക്ക് ഗുണകരമായ രീതിയിൽ നാം വർത്തിക്കണം. അത് പുഞ്ചിരി കൊണ്ടാണെങ്കിൽ അങ്ങനെ വർത്തിക്കണം, വർത്തമാനങ്ങൾ കൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അതല്ല ഏതെങ്കിലും രീതിയിൽ ചെറുതും വലുതുമായ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടാണെങ്കിൽ അങ്ങനെയാകാൻ. അതൊന്നുമല്ലെങ്കിൽ സഹകരിക്കുന്നവരോട് സഹകരിപ്പിക്കാതെ ഉപദ്രവിക്കാതിരിക്കാൻ നോക്കാം. അങ്ങനെയും ചില ആൾക്കാരുണ്ട്. ആരെങ്കിലും 10 രൂപ കാശാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇപ്പൊ ആവശ്യമില്ല, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, പിന്നെ കതി പോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കുന്ന ആളുകളുടെ കൊടുക്കുകയില്ല, കൊടുപ്പിക്കുകയില്ല, തിന്നുകയും തീറ്റുകയും ഇല്ലാത്തതായ സ്വഭാവം. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവമില്ലാതെ ഇതെല്ലാം മാനസികമായി ഉത്തേജനം ഉണ്ടാക്കിയെടുക്കുന്നത് മനസ്സാണ് സഹോദരന്മാര്. നമ്മുടെ ഈ രൂപവും ഭാവവും ഒന്നുമല്ല നമ്മളെ മനസ്സിലാക്കുന്നത്. രൂപത്തിലും ഭാവത്തിലും നല്ല ചുറക്കുണ്ടാവും, കാണാൻ ഭംഗിയുണ്ടാവും, അല്ലെങ്കിൽ പല രൂപത്തിലുള്ളതായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ തന്നെയും ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നത് അവന്റെ മനസ്സാണ്. അവന്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു കാര്യത്തിലൂടെയാണ് മനുഷ്യനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. മനസ്സ് നന്നാകണം. മനസ്സ് നന്നായാൽ അവൻ നന്നായി. ഈ മാനസിക നിലവാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്, മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയും മാനസികമായി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയുമാണ് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളെ വെച്ചത്. ഉദാഹരണമായി ഇവിടെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളൊക്കെ ഉള്ള സദസ്സാണ്. ഇവിടെ ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രധാനമായ ഒരു ആരാധനയാണ് നിസ്കാരം. നിങ്ങൾ കേട്ടിട്ടില്ലേ? 5 സമയങ്ങളിലായി പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്നതായ വാക്യം നാം കേൾക്കാറുണ്ട്.
ജനങ്ങള് പള്ളിയിലേക്ക് വരാറുമുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാറുമുണ്ട്. എന്തിനായി വച്ചിരിക്കുന്നത്? എന്തിനായി നിസ്കാരം വച്ചിരിക്കുന്നത്? ആരെങ്കിലും ചിന്തിച്ചോ? ഈ നിസ്കരിച്ചിട്ട് ദൈവത്തിനും ഒന്നും കിട്ടാനല്ല. ഇസ്ലാമിലെ ഏതെങ്കിലും ആരാധനാ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ ദൈവത്തിന് എന്തെങ്കിലും ഉത്തേജനം കിട്ടാനോ ദൈവത്തിന്റെ പദവിയിൽ ഒരു പുരോഗതി ഉണ്ടാകാനോ ഒക്കെയാണോ? അല്ല. എന്തിനു വേണ്ടിയാണ് ഈ നിസ്കാരം വെച്ചതെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ മനസ്സ് നന്നാകാൻ വേണ്ടിയാണ്. മനുഷ്യൻ നന്നാകണം. നിസ്കാരം വഴിയായിട്ട് അവന്റെ മനസ്സ് നന്നായി നല്ലൊരു മനുഷ്യനായി മാറണം. അതുകൊണ്ട് തന്നെ സക്കാത്ത് വച്ചിരിക്കുന്നതും മനുഷ്യ മനസ്സ് നന്നാകാൻ വേണ്ടിയാണ്. അപ്പൊ പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി നടത്തുന്നതായ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് അവന്റെ മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയാണ്, മനസ്സ് നന്നാകാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ടും അവന്റെ മനസ്സിന് സ്ഫുടത വരുന്നില്ല എങ്കിൽ അവൻ ഈ ചെയ്തതെല്ലാം വേറെ എന്തിനോ ഒക്കെ വേണ്ടിയാണ്. ഉദാഹരണമായി ഈ പരിപാടി ഇവിടെ നടത്തുന്നു, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നടത്തുന്നത് എങ്കിൽ അത് പ്രതിഫലം അർഹിക്കുന്നതാ. വേറെ നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണെങ്കിൽ ആൾക്കൂട്ടമായി മാറി എന്നല്ലാതെ അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. എല്ലാം മനസ്സിന്റെ കാര്യമാണ്. എന്ത് കാര്യവും മറക്കുന്നതും മനസ്സാണ്. അതുകൊണ്ട് മാനസികമായി നമുക്ക് ഉയരണം, ഉത്തേജനം ഉണ്ടാക്കണം. ഇതിനു വേണ്ടിയാണ് ഇത്യാദി കർമ്മങ്ങൾ നാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതൊന്നും ഈ നടത്തിപ്പുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലങ്ങളിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ സൗഭാഗ്യം ലഭിക്കുവാൻ വേണ്ടിയുള്ള കർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ മജ്‌ലിസിന് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ദ്വാരക്കുകയാണ്. അതുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കാര്യങ്ങൾ യഥാവിധി കണ്ട് മനസ്സിലാക്കി എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ എല്ലാം തന്നെ. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ വക്കീൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ സ്നേഹാധനായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയായ സമസ്ത കേരളയുടെ മുഷാവറ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജനാബ് PJ അഷ്റഫ് ലബാദ് ഹാദിമി, ഈ സദസ്സിൽ നടക്കുന്ന നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ ഇമാനി ഖാദിജി മംഗലാപുരം അവറുകൾ, സദസ്സിൽ വേദിയിലിരിക്കുന്ന വേറെ സമാധാനിയായ പണ്ഡിതന്മാരെ, മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ബാബാ സാഹിബ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിൻ്റെ ഏറെ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമൂഹത്തിന് വളരെയേറെ പരിഹാരം നൽകിക്കൊണ്ട് പോകുന്ന ഒരു വലിയ സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം. 26 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടം മുതൽ ചിലപ്പോഴൊക്കെ ഇവിടെ വരുവാൻ, ഇവിടുത്തെ ഇത്തരം കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെയേറെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകി പോകുന്ന ഈ ഒരു പ്രവർത്തനം ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ
വളരെ മാതൃകാപരമായ മറ്റൊരു പ്രവർത്തനം കൂടി കാഴ്ചവെക്കുകയാണ് ഈ മത മൈത്രി ദുആ സംഗമത്തിൽ. വളരെ അർഹതപ്പെട്ട 2 മിഥുനങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് നടക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണത്തിന്റെ 3/2 ഭാഗമായിട്ടുള്ള വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന ആ ദമ്പതികളെ അനുമോദിക്കുവാനും ഈ സംഗമത്തെ എന്നെ ആശംസ നൽകുവാനും മാത്രമാണ് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ ഒരു എളിയ പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അല്ലാഹു, കാരണം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കണം, വളരെ പ്രധാനപ്പെട്ടവർക്കൊക്കെ സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വേദി മറ്റൊരു സംഭാഷണത്തിന് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇവിടെ ഇന്ന് നടക്കുന്ന ചടങ്ങിന് സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ബർക്കത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ഈ യോഗത്തിന് സ്വാഗതം ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു അധ്യക്ഷനെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരായ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻ്റെ വീട് ഇതിനടുത്ത് തന്നെയാണ്. ഇവിടെ നമസ്കാരം ചെയ്യുന്നത് മൈക്ക് സിറ്റില്ലേലും എൻ്റെ വീട്ടിൽ കയറണം. ഞങ്ങൾ ഉസ്താദിൻ്റെ ഈ മജ്ലിസുമായി ദീർഘകാലത്തെ ബന്ധമുണ്ട്. ജനപ്രതിനിധി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഈ നാടിൻ്റെ ഏതൊരു പൊതുവായ വിഷയങ്ങളിലും പലപ്പോഴും തുടങ്ങുന്നത് ഉസ്താദിൻ്റെ കെന്നു. ചികിത്സാ സഹായമാണേലും മറ്റേതൊരു ചടങ്ങിലും ഇവിടെ നിന്നുള്ള ഒരു വലിയ സഹായം ഈ നാടിനെ എന്നും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നന്മയുള്ള വടവൃക്ഷമാണ് ഈ പ്രസ്ഥാനം. അതിൻ്റെ ചിറകിലാണ് ഞങ്ങളെല്ലാവരും, അതിൻ്റെ ചിറകിൽ ഇരിക്കുന്നവരാണ്. ഈ ഒരു നല്ല സൽക്കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ ചടങ്ങിന് എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ക്ഷണിതാക്കളായി ധാരാളം ആളുകൾ, പ്രധാന വ്യക്തിത്വങ്ങളെല്ലാം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ നില സാന്നിധ്യങ്ങൾ ഇവിടെയുണ്ട്. ഇരു കുടുംബത്തിൽപ്പെട്ട ധാരാളം കാരണവന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ കടന്നിരിക്കണം. നിക്കാഹിന്റെ കാർമ്മികത്വത്തിനായി ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ കർമ്മോത്സുകനായ ആത്മീയ സാന്നിധ്യം ചീഫ് ഇമാം അഹ്ലുബൈത്തിലെ പൊൻതാരകം സയ്യിദ് നജ്മുദ്ദീൻ പൂക്കായ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മംഗലാപുരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വൈവാഹിക സംഗമത്തിൽ സന്നിഹിതരായ പ്രിയപ്പെട്ട സഹോദര സമുദായ അംഗങ്ങളിലെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധത്തിലുള്ള സന്തോഷവും സ്നേഹവും സമ്മാനിക്കുകയാണ്. ആലപ്പുഴയുടെ ആത്മീയ ചരിത്രത്തിൽ കലവൂർ ബാവ ഉസ്താദ്, അവരുടെ കുടുംബം പ്രത്യേകമായ ഒരു മേൽവിലാസമോ അടയാളപ്പെടുത്തലോ ഇല്ലാതെ എന്നേക്കാൾ അധികം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഈ പ്രദേശത്തിന്റെ ആകമാനം ആശ്രയമാണ്. ദൈവനാമത്തിൽ, അതായത് ബിസ്മില്ല സ്വലാത്ത് മജ്ലിസ് എന്ന നാമധേയത്തിൽ നടക്കുന്ന വിവാഹ സംഗമവും മതസ്നേഹ സംഗമവും വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൗഢമായ രീതിയിൽ അധ്യക്ഷത വഹിക്കുന്ന നമുക്കേർക്കും ആദരണീയനായ പ്രഗത്ഭബുദ്ധിയായ പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവുമായിട്ടുള്ള ഉസ്മാൻ ഫൈലി ഉസ്താദ് അവരുടെ, അതുപോലെ നമുക്കൊക്കെ ആത്മീയമായ നേതൃത്വവും ആശ്വാസം നൽകുന്ന ഭാവ സഹോദരങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട പി ജെ അഷ്റഫ് ലബ്ബാദ് അരുവി ഉസ്താദുകൾ, ജനാബ് ഷാജഹാൻ കെ, പ്രിയപ്പെട്ട
അഡ്വക്കേറ്റ് TV അജിത് കുമാർ, നസീർ പുന്നക്കൽ, കമാലൻ മാക്കീൻ, PG സുനിൽകുമാർ, സുജാത അശോകൻ, CR ജയപാലൻ, ജനാബ് നിസാമുദ്ദീൻ അൻവരി ഉസ്താദ്, ജനാബ് അബ്ദുറഹ്മാൻ തക്കന്നൂരാട്, ജനാബ് ഖലീൽ, ജനാബ് ബാബ ഉസ്താദ്, ജനാബ് നവാസ് ബാബ, ജനാബ് MS സലാം ചാത്തനാട്, പ്രിയപ്പെട്ട വരൻ, പ്രിയപ്പെട്ടവളായിട്ടുള്ള വധു, അവരുടെ കുടുംബാംഗങ്ങൾ, ഇരിക്കാഹന് കാർമ്മികത്വം വഹിക്കാനും നേതൃത്വം നൽകാനും എത്തിയിട്ടുള്ള വരന്റെ ദേശത്ത് നിന്ന് വന്നെത്തിയ അതിഥികൾ, എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ ഈ വിവാഹ വേദിയിൽ സംബന്ധിക്കാൻ അവസരം നൽകിയ ഈ വലിയ ഒരു സൗഭാഗ്യത്തിന് നമ്മുടെ സൃഷ്ടിച്ച നാഥനോട് നന്ദി പറയുക. ദീർഘമായ ഒരു ഭാഷണത്തിന്റെ അനൗചിത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാലും മനോഹരമായ ഈ ഒരു ചേർത്തുവെക്കലിന്റെയും കരുതലിന്റെയും സംഗമവേദി ഒരുക്കാൻ വേണ്ടി ബാബ ഉസ്താദിന്റെയും കുടുംബത്തിന്റെയും കൂടെ നിന്ന് ഒത്തിരി സുമനസ്സുകളായ സഹായഹസ്തത്തിന്റെ മനോഹരമായ ആവിഷ്കാരങ്ങൾ ഇവിടെയുണ്ട്. ഒരുപക്ഷെ സ്റ്റേജിൽ അവരുണ്ടാകണമെന്നില്ല, വേദിയുടെ മുന്നിലും ഇടയിലും, ഒരുപക്ഷെ ഇതിന്റെ ഭക്ഷണശാലകളിലും പരിസരങ്ങളിലുമെല്ലാം അവർ പ്രവർത്തന നിരതരായി അവരുടെ സേവനം ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അർഹമായ പ്രതിഫലം പ്രപഞ്ചനാഥൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിവാഹം എന്ന് പറയുന്നത് മിസാഖന്റെ അലിയും അതിശക്തമായിട്ടുള്ള ഒരു കരാറാണ്. വിവാഹത്തിന്റെ മനോഹരമായ ചിത്രങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോ അതിന്റെ ആകത്തുണികളെ നമ്മൾ തൂക്കി നോക്കുമ്പോ ഏത് അളവ് പോലെ വെച്ച് അളന്നാലും ഒരു വിവാഹത്തിൽ സാമ്പത്തികമെന്ന് പറയുന്നത് ഇസ്ലാമിക വിവാഹ സമ്പ്രദായത്തിൽ സാമ്പത്തികമെന്ന് പറയുന്നത് വരൻ വധുവിന്റെ ഇഷ്ടമനുസരിച്ച് നൽകുന്ന മഹറ് മാത്രമാണ്. മറ്റുള്ള ഒരു സാമ്പത്തിക ബാധ്യതയോ സാമ്പത്തികമായ ആവശ്യങ്ങളോ സാമ്പത്തികമായ കടുംപിടുത്തങ്ങളോ ബലവേഷനോ ഇസ്ലാമിക വിവാഹത്തിൽ ഇല്ല. വിവാഹത്തിന്റെ ഏറ്റവും മൂല്യവത്തായി അതിന്റെ ഗ്രാവിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ലവ്, സ്നേഹം മാത്രമാണ്. നലിഞ്ഞൊഴുകുന്ന സ്നേഹം മാത്രമാണ് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. മഹർ പോലും അവന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് അവൻ വധുവാക്കാൻ പോകുന്നവൾക്ക് ഇഷ്ടമാണെങ്കിൽ അതാണ് അത് മൂല്യമുള്ളതായിരിക്കണം. മഹത്വത്തെക്കാൾ കൂടുതൽ മൂല്യമാണ്. ഖുർആൻ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. അത് മഹർ കൊടുക്കാമോ? കൊടുക്കാം. പക്ഷെ മഹർ കൊടുക്കേണ്ടത് അങ്ങനെ ആവണമെന്നല്ല ഇസ്ലാമിന്റെ നിയമം പറയുന്നത്. മൂല്യമുള്ളത് കൊടുക്കണമെന്നാണ്. സംസം വളരെ പവിത്രമായ ശുദ്ധജലമാണ്. സംസം നമ്മൾ മഹർ കൊടുക്കാറുണ്ടോ? അതൊരു വെള്ളി വളരായിരുന്നാലും ഒരു ഇരുമ്പിന്റെ മോതിരമായിരുന്നാലും അങ്ങനെയാണ്. അത്രമേൽ സുതാര്യമായ ഒരു സമ്പ്രദായമാണ് വിവാഹം. അതിന്റെ അപ്പുറത്തേക്കുള്ള ആവശ്യങ്ങളും പ്രത്യേകമായ ബഡ്ജറ്റുകളും കണക്കുകളും പറയുന്നത് ഇസ്ലാമിക വിവാഹത്തിന്റെ മൂല്യത്തിൽ സംസാരിക്കുകയും വേണം, എന്നാൽ അത് അധികമാവുകയും ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രണ്ട് വാക്കുകളിലൂടെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ
അവരുടെ മാതാപിതാക്കൾ ഭാരമായതിന്റെ പേരിൽ ഒരാളെ ഏൽപ്പിക്കുകയല്ല, ഒരിക്കലും ഒരു ഭാരമായിട്ട് ഏൽപ്പിക്കുകയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട വരനോട് പറയാനുള്ളത്, ജീവിതത്തിന്റെ അന്ത്യം വരെ അവളുടെ കണ്ണീരൊപ്പാനും അവളുടെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞതിനനുസരിച്ച് പെരുമാറുവാനും ജീവിതത്തിന്റെ ഒരു ബെറ്റർ ഹാഫായി മനോഹരമായ പാതിയായി കൊണ്ടു നടക്കാനും നിനക്ക് സാധിക്കണമെന്ന്. വധുവിനോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവന്റെ ഭർത്താവിന്റെ സൗന്ദര്യത്തിലോ ആഹാര സൗഷ്ഠവത്തിലോ അതിന്റെ സാമ്പത്തികമായ അവസ്ഥയിലോ ഒന്നുമല്ല നിന്റെ ഭർത്താവ് കൊണ്ടുകൊള്ളുന്നത്. സ്നേഹത്തോടെ സമാധാനത്തോടെ അവന്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തുണയായി കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു ഇണയെയാണ് നിനക്ക് ലഭ്യമായിട്ടുള്ളത് എന്ന ഓർമ്മ നിന്റെ അന്ത്യശ്വാസം വരെ നിനക്കുണ്ടാവണമെന്നാണ്. ഒരിക്കലും ഭാര്യ ഭർത്താവിന്റെ അടിമയോ അടിച്ചമർത്തപ്പെടുന്നവളോ അല്ല. ഇസ്ലാം ഇണ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇണ എന്ന് പറഞ്ഞാൽ തുല്യാവകാശമാണ്. ഇടകേറി പരിശോധിച്ചാൽ ഭർത്താവാണ് ഭാര്യയ്ക്ക് കൂടുതൽ ബാധ്യതപ്പെട്ട് കിടക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മനോഹരമായ വിവാഹങ്ങൾ ഉണ്ടാവണം. ശവപ്പെട്ടിയിൽ വരൻ വരുന്ന കാഴ്ച നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. JCBയിൽ വരുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. ഒട്ടകപ്പുറത്ത് കയറിയും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വഴികളെ കടഞ്ഞു വെച്ചും ആഘോഷങ്ങളുടെയും ശബ്ദഘോഷങ്ങളുടെയും ഇടയിൽ സർവമാനുഷിക മൂല്യങ്ങളും അനുവദിച്ചു വരുന്ന നവവരന്റെ ദുഷിപ്പിക്കുന്ന ദുർഗന്ധം വഹിക്കുന്ന വരവുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനൊക്കെ വ്യത്യസ്തമായി മാനുഷികമായ സംസ്കാരത്തിന്റെ സമ്പന്നതയെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ഈ വിവാഹം എല്ലാവരും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഹൈന്ദവ സഹോദരൻ വിവാഹം കഴിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ പുതിയ വിവാഹം കഴിക്കേണ്ടതില്ല ഇസ്ലാമിൽ. അവൻ ഹൈന്ദവനായിരിക്കെ, അവൻ ക്രിസ്ത്യാനിയായിരിക്കെ അവൻ കഴിച്ച വിവാഹം ഇസ്ലാമിൽ സാധുവാണ്. അത്രയും പ്രധാനമാണ് വിവാഹത്തെ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം. അവസാനമായ ഒരൊറ്റ കാര്യം, ഈ വൈവാഹിക ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ മനോഹരമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ പത്രങ്ങളിലൂടെ കണ്ടു. ഫലസ്തീനിന്റെ നഗരത്തിൽ, ഫലസ്തീനിന്റെ മണ്ണിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോകുന്ന ഒരു കുടുംബം, അച്ഛനും അമ്മയും ചേട്ടനും അനിയനും മക്കളുമെല്ലാം കബർസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ച് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ബിൽഡിംഗ് കുഴിച്ചു മാറ്റുമ്പോ സർവ്വതും തകർന്നുപോയ ഒരു ഉമ്മയെ കൊണ്ടുവരികയാണ്. 10-37 വയസ്സുള്ള ഒരു മധ്യവയസ്കയെ അവനിങ്ങനെ കൊണ്ടുപോകുമ്പോ അവന്റെ കൈ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. ആ വിരലിൽ ഒരു മോതിരമുണ്ട്. ശരീരമാസകലം മുറിഞ്ഞ് രക്തമൊലിക്കുന്ന ഈച്ച പറക്കുന്ന ദുരിതപൂർണമായ ജീവിതത്തിന്റെ തടങ്കൽ പാളയത്തിലുള്ള പെൺകുട്ടി കിടന്നുപോയും മധ്യവയസ്ക കിടന്നുപോകും. ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, കുടുംബങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. തീപ്പാറുന്ന ബോംബാക്രമണത്തിൽ എല്ലാം തകർന്നുപോയ ഈ ഉമ്മയുടെ നിശ്ചലമായ ചുണ്ടുകളിൽ നിന്ന് എന്തോ ഒരു സംസാരം പുറത്തേക്ക് വരുന്നു. അവർ തന്റെ അടഞ്ഞു തീരാനായ കണ്ണ് ഇടത് കൈയിന്റെ ചെറുവരിലേക്ക് പായിക്കുകയാണ്. അവരെ കൊണ്ടുവന്ന റെഡ് ക്രോസ് വോളണ്ടിയർമാർ അടുത്തു ചെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്താണ് അങ്ങയുടെ ആംഗ്യഭാഷ, അങ്ങയുടെ ശരീരഭാഷ എന്തോ പറയുന്നുവല്ലോ, എന്താണ്? അപ്പോൾ അവർ മുറിഞ്ഞ സ്വരത്തിൽ ഇടറിയ തൊണ്ടയിൽ അവർ പറഞ്ഞു, can you save my wedding rings? എന്റെ വിരലിൽ, 8 വീഴാറായ വിരലിൽ എന്റെ ഭർത്താവ് സമ്മാനിച്ച ഒരു വിവാഹ ഓർമ്മയുടെ മോതിരമുണ്ട്. കുടുംബം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, പറമ്പ് നഷ്ടപ്പെട്ടു, ദേശം നഷ്ടപ്പെട്ടു, എല്ലാം മണ്ണുകൾക്ക് നീരാകാൻ പോകുന്ന, ജീവനറ്റു പോകാൻ പോകുന്ന ഒരു മധ്യവയസ്ക തന്റെ ഒടിഞ്ഞു തോന്നിയ കയ്യിലെ വിരൽ തുമ്പിലുള്ള മോതിരം എന്റെ ഭർത്താവ് സ്നേഹ പുരസ്സരം എനിക്ക് സമ്മാനിച്ചതാണ്. ഞാൻ അവസാനിച്ചു പോയാലും ആ മോതിരം ഒരു മനോഹരമായ സ്നേഹത്തിന്റെ ആവിഷ്കാരമായി, ജാജ്വല്യ സമാനമായ ഒരു പ്രതീകമായി ഇവിടെ ഉണ്ടാവണമെന്ന് പറയുന്ന ഒരു ഭർത്താവ് ഇവിടെ ഇന്ന് വിവാഹിതരാകുന്ന
വിവാഹിതരായിട്ടുള്ള സകല മനുഷ്യർക്കും ഭാര്യയും ഭർത്താവുമായി കഴിയുന്നവർക്ക് ഒരു മനോഹരമായ ചിത്രമാണ് എരിവരി കൊള്ളുന്ന ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. അല്ലാഹു എല്ലാവിധ സന്തോഷങ്ങളും റാഹത്തും അല്ലാഹു നൽകട്ടെ. പുണ്യമായ മാസമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ വിവാഹ ആശംസകളും നേരുന്നുണ്ട്. വിശ്വാസികൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ എപ്പോഴും ചൊല്ലി പ്രതീക്ഷാനിർഭരമായ മനസ്സോടെ സഹോദര സമുദായങ്ങൾക്കും മനുഷ്യ മൈത്രിക്കും സ്നേഹത്തിനും വേണ്ടുന്നതുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് ആശംസിച്ച് വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون صلى الله على سيدنا محمد وعلى آله وصحبه وسلم. ألا وإن الله تعالى أمرنا بالنكاح ونهانا عن السفاح وقال مخبرا وآمرا وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال نبينا محمد صلى الله عليه وسلم من تزوج امرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي. أقول قولي هذا وأستغفر الله العظيم لي ولكم واستعفيه عني وعنكم وعن جميع المسلمين واستغفروه إنه هو الغفور الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم. أزوجك على ما أمر الله تعالى به من إمساك بمعروف أو تسريح بإحسان. أنكحتك زوجتك أختي أنسلة بمهر 14 جرام من الذهب قبلت نكاحها وتزويجها بهذا المهر المذكور. എൻ്റെ സഹോദരി അൻസിലയെ 14 ഗ്രാം സ്വർണ്ണാഭരണം മഹറിന് പകരമായി ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു, ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്ത് തന്നു.
ഈ സ്വർണ്ണാഭരണം മഹറിന് പകരമായി നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു, തൃപ്തിപ്പെട്ടു. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാ നാനാജാതി മതസ്ഥർക്കും ഇന്ന് വിവാഹത്തിലേക്ക് കടന്ന പ്രിയപ്പെട്ട ദമ്പതികൾക്കൊക്കെ വേണ്ടി തങ്ങളവർ ദുആ ചെയ്യണം. ആയിരക്കണക്കായ ആളുകളാണ് ഇവിടേക്ക് അവരുടെ നീറുന്ന നൂറ് സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളുമായി കടന്നു വരുന്നത്. എല്ലാവർക്കും വേണ്ടി തങ്ങളവർ ദുആ ചെയ്യുന്നതാണ്. തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചു. اللهم لك الحمد ولك الشكر حتى ترضى حمدا طيبا كثيرا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وبارك وسلم عليه. اللهم وصل وبلغه مثل ثواب ما قرأنا إلى حضرة الروح نبينا وحبيبنا محمد المصطفى صلى الله عليه وسلم وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أرواح آله وأهل بيته وأزواجه الطاهرات أمهات المؤمنين وإلى حضرات أرواح أصحاب البدريين ومحيين وسائر الصحابة أجمعين. اللهم وإلى حضرات أرواح العلماء والشهداء والزهاد والصديقين والصالحين. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم وكرامة لديك. خصوصا منهم إلى حضرة الروح القطب الرباني والغوث السمداني محبوب سبحاني قطب الأخطار الشيخ محي الدين عبد القادر الجيلاني. وإلى حضرة سلطان العارفين أحمد القدير الرفاعي. وإلى حضرات أرواح أهل الخير كلهم أجمعين. وإلى حضرات أرواح آبائنا وأمهاتنا ومشايخنا. وإلى حضرات من دفنوا في هذا البلدة. اللهم ارحم يا رب غربته وأنس وحشته وآمن نوبته ونفس كربته ونبيل محلته ورفع درجته وكلنا وليا وبنا حفيا. اللهم اجعل قبرنا وقبورنا روضة من رياض الجنان ولا تجعل قبرنا وقبورهم حفرة من حفر النيران. أيها الزوجان بارك الله لكما وبارك عليكما وجمع بينكما في خير ولطف وعافية. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഈ നാടിന്റെയും ഈ ദേശത്തിന്റെയും ആയിരക്കണക്കിന് മനുഷ്യരുടെയും ആശ്വാസവും അഭയകേന്ദ്രവും പ്രതീക്ഷയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ബാബുമാരുടെ വസതിയിൽ വെച്ചുകൊണ്ട് അവരുടെ ബഹുമാനപ്പെട്ട ഈ ഹളത്തിൽ വെച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുന്ന ആയിരങ്ങളുടെ വലിയ സഹായ മനോഭാവത്താൽ പ്രിയപ്പെട്ട വ്യക്തികളുടെ കൂട്ടം ചേർന്നാലും സ്നേഹത്താലും ഇവിടെ നടക്കുന്ന ഈ വിവാഹം അല്ലാഹു ഇതിൽ പങ്കെടുത്ത വലവാക്കളുടെ പണ്ഡിതന്മാരുടെ സ്വാലിഹ്യങ്ങളുടെ
നല്ല മനുഷ്യരുടെ ബർക്കത്തുകൊണ്ട് വലിയ ഹൈറുള്ള ഒരു നിക്കാഹാക്കി തരണേ തമ്പുരാനെ. ഈ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ഈ തറവാടിന്റെ പേരും പെരുമയും അല്ലാഹുവേ അതിന്റെ പരിശുദ്ധിയിൽ പാരമ്പര്യത്തിൽ നീ നിലനിർത്തണേ റഹ്മാൻ. അല്ലാഹുവേ ഇജാബത്ത് കിട്ടുന്ന ഒരു ഭവനവും അവിടുത്തെ സന്തതികളുമാക്കണേ അല്ലാഹ്. എപ്പോഴും ദീനിന്റെ പരിശുദ്ധിയെ നിലനിർത്തി ഇലാഹിയായ മാർഗത്തിൽ മനുഷ്യർക്ക് എല്ലാവർക്കും നന്മ ചെയ്യാൻ കഴിയുന്ന ഒരു കേന്ദ്രവും തറവാടുമാക്കണേ അല്ലാഹ്. അവരെ പ്രതീക്ഷിച്ചെത്തുന്ന ആയിരക്കണക്കിന് വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള ജനവിഭാഗങ്ങളുണ്ട്. അല്ലാഹുവേ ഈ ബാബമാരോട് ജീവിക്കുമ്പോൾ ഇവിടെ മതങ്ങൾ ജീവിക്കുകയാണ്, മനുഷ്യർ ജീവിക്കുകയാണ്, ആദർശങ്ങൾ ജീവിക്കുകയാണ്. വ്യത്യസ്ത തലങ്ങൾ ചിന്തിക്കുന്നവർ ഒരു നൂറിൽ കൂർത്തമായ ഒരു വലിയ സ്നേഹ സൗഹാർദ്ദത്തിന്റെ മതമൈത്രിയുടെ കൊലായിയായി തറവാടായി വീട് വളരുകയാണ്. നീ നിലനിർത്തണമല്ലോ. വരുന്നവർക്ക് നീ പൂർണ്ണമായ ഫലവും ആശ്വാസവും പരിഹാരവുമാക്കണേ അല്ലാഹ്. ഇവിടുത്തെ കുട്ടികളിൽ സന്തതികളിൽ നീ വലിയ സാഫല്യവും ആശ്വാസവും ശിഫാവും രോഗശമനവും വാക്കിന് സ്വീകാര്യതയും നൽകണേ തമ്പുരാനെ. ഇവിടെ ഇവരെ കൂടെ നിന്ന് ഇതൊക്കെ സഹകരിക്കുന്ന ആളുകൾ, ഇവരെ സ്നേഹിക്കുന്ന ആളുകൾ, ഞങ്ങളൊക്കെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഞങ്ങളൊക്കെ നീ ആഹത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും നീ തീർക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്ത്, മക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ വിജ്ഞാനങ്ങളിൽ അറിവുകളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബിസിനസ്സുകളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ തീർക്കണേ അല്ലാഹ്. മാരകരമായ രോഗങ്ങൾ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാ സിഹറും ക്ഷുദ്രവും ഭയവും കണ്ണീരും കമ്പേറും എല്ലാ ബുദ്ധിമുട്ടുകളും നീ ഇബ്താൽ ചെയ്യണേ അല്ലാഹ്. اللهم أبدل السحر والعين والحسد والنورة والعدامة والشرور الشياطين والجن والعفاريت والروحانيين بحق هذه المتعة العظيم وبحقوق هؤلاء الشرفاء الكرماء المذكورين. اللهم يسر عسيرنا وسهل أمورنا وقض حوائجنا واشف أمراضنا وأمراض مرضانا الشافي الأمراض. അല്ലാഹുവേ ഈ ദേവാലയത്തിലേക്ക്, ഈ ഭവനത്തിലേക്ക്, ഈ മുറ്റത്തേക്ക് എത്തുന്ന മുഴുവൻ പ്രയാസങ്ങളെ ഭവിക്കുന്നവർക്കും നീ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ദമ്പതികൾക്ക് സന്തോഷകരമായ ജീവിതം നൽകണേ അല്ലാഹ്. സന്താന സൗഭാഗ്യം നൽകണേ അല്ലാഹ്. നാളെയും കുടുംബത്തിലും ലോകത്തിലും മാതൃകയാകുന്ന കുടുംബങ്ങൾ നീ ഇവരിൽ നിന്ന് നിലനിർത്തണേ അല്ലാഹ്. ഇതിനെ സഹകരിച്ച പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, കൂടെ നിന്നവർ, സഹകരിച്ചവർ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ഞങ്ങൾക്കിടയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും പാരസ്പര്യ ബന്ധവും നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്ത് ഇന്ത്യയിൽ നീ സമാധാനം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ കണ്ണിൽ നീ കാരുണ്യവും ദയവും നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله
عليه وسلم. കഴിഞ്ഞ 26 വർഷക്കാലത്തോളമായി ലിവാസ് എന്നുള്ള ബാബ ഉപകാരപ്രദമായ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു. ആശ്രയമായി നിൽക്കുന്നവർക്ക് എല്ലാവിധ കാര്യങ്ങളും അനുഗ്രഹീതമായി നിറവേറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്. അദ്ദേഹം വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കാര്യവിഷയമായി നടത്തി. ചാരിറ്റി പ്രവർത്തനത്തിൽ വളരെ മുൻകൈ എടുത്തുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ ഒരു കർമ്മഫലം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരു ചാരിറ്റി നമ്മളൊരു അതിൽ വെച്ച് നമ്മൾ കമ്പ്യൂട്ടറും വിദ്യാഭ്യാസവും ധനസഹായവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ നാട്ടിലുള്ളവർക്കും മറ്റുള്ളവർക്കും എല്ലാം അനുഗ്രഹീതമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒരു വിവാഹമാണ്. വിവാഹം വളരെ സാധുവായ ഒരു പെണ്ണിൻ്റെ വിവാഹമാണ് നൽകി കൊടുത്തിരിക്കുന്നത്. അത് ഗംഭീരവും അത് മനോഹരമായി തന്നെ വലിയ സമ്പന്നന്മാരുടെ വീട്ടിൽ നടത്തി കൊടുക്കുന്ന പോലെ തന്നെയുള്ള സാഹചര്യത്തിലാണ് ഇവിടെ കല്യാണം നടത്തുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇനിയും പലവിധ വിവാഹങ്ങൾ നടത്താൻ സാഹചര്യം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു.